ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് മൈസൂരിലുള്ള വൃന്ദാവൻ ഗാർഡൻസ്. അപ്പോൾ ഈ വൃന്ദാവൻ ഗാർഡൻ യഥാർത്ഥത്തിൽ ഒരു 21 കിലോമീറ്റർ, മൈസൂരിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരെ കാവേരി നദിയുടെ തീരത്താണ്. അതിൻ്റെ അടുത്തുള്ള ഒരു ഡാം, അറിയപ്പെടുന്ന ഡാം എന്ന് പറഞ്ഞാൽ കൃഷ്ണരാജസാഗർ അല്ലെങ്കിൽ KRS ഡാം എന്ന് പറയും. അതിൻ്റെ അടുത്താണ് ഈ ഗാർഡൻ. ഈ കാണുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വണ്ടികളെല്ലാം ഈ വൃന്ദാവൻ ഗാർഡനിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികൾ. അതിൽ അനേകം വണ്ടികൾ കേരളത്തിൽ നിന്ന് വന്ന ബസ്സുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടൂറിസ്റ്റുകളുടെ ടൈമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്ന് വന്ന ബസ്സുകൾ നമുക്ക് കണ്ടാൽ അറിയാവുന്നത് അതിനെല്ലാം നല്ല വെള്ള കളറായി. എണ്ണാൻ പറ്റാത്തത്രയും വണ്ടികൾ. നമ്മൾ പറയണ രീതിയിൽ വറുത്ത് തരാനായിട്ടൊക്കെ മീൻ വെച്ചിരിക്കുക കേട്ടോ. ഇതെല്ലാം അതിന് മുമ്പിലുള്ള കടകളാണ്. ഈ പോകുന്നവരെല്ലാം വൃന്ദാവൻ ഗാർഡൻസിലോട്ട് പോകുക. കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഏകദേശം 1/2 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. എനിക്ക് തോന്നുന്നു ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ആളുകൾ കേട്ടോ. പല കൗണ്ടറുകളും. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഒരു ലക്ഷ്യം വൃന്ദാവൻ ഗാർഡൻസ്. എന്തൊരു രാത്രി 7 മണിയായിട്ട് എന്തൊരു റഷ്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഒരു സൈഡിൽ കൂടെ എക്സിറ്റും ഒരു സൈഡിൽ കൂടെ എൻട്രിയും. നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1/2 മണിക്കൂറായി. ഈ പാലം കിടക്കാതെ അപ്പുറത്ത് കിടക്കാൻ പറ്റും. നടന്നിട്ടും തീരുന്നില്ല. ഏകദേശം ഈ പാലത്തിൻ്റെ എൻ്റെ ആകാറായി. കറക്റ്റ് 20 മിനിറ്റ് നടന്നപ്പോഴാണ് ഈ പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്തെത്തുന്നത്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അറ്റത്തെത്തി. കറക്റ്റ് 20 മിനിറ്റ്. നമ്മൾ ഈ ആളുകളൊക്കെ പോകുന്നത് ഒരു ലേസർ ഷോ കാണാൻ വേണ്ടിയാണ്. അവിടെയാണ് ആ ലേസർ ഷോ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് തരും, ബോട്ടൊക്കെ എറിയിക്കുക, കറങ്ങി നടക്കാം. ഭയങ്കര ആള്. ഞങ്ങള് ലേസർ ഷോ കാണാൻ ഏറ്റവും മുകളിൽ കയറിയിരിക്കുക.
മൊത്തം ആളുകളും മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കും. എന്തോ കണ്ട് സന്തോഷിച്ചതിൻ്റെ രീതിയിൽ എല്ലാവരും വീട്ടിലോട്ട് പോവുക. പിന്നെ നമ്മൾ ഈ കണ്ട കാഴ്ച കൂടാതെ ഇവിടത്തെ വേറൊരു പോയിന്റ് ഓഫ് അട്രാക്ഷനാണ് ബോട്ട് യാത്ര. ടിക്കറ്റ് എടുക്കുക, ബോട്ടിൽ കയറി കുറേ നേരം കറങ്ങി നടക്കുക. ഞങ്ങൾ ആളൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ പാലം ആളൊഴിഞ്ഞ പൂരപ്പുറമ്പ് പോലെ ഇപ്പം ആരുമില്ല. അതുപോലെ പിന്നെ ഉള്ള ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയണത് ഈ ഗാർഡൻ തന്നെയാണ്, വൃന്ദാവൻ ഗാർഡൻ. ഇത് ഏകദേശം ഒരു 60 ഏക്കർ സ്ഥലത്ത് ആണിത് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ വരേണ്ടത് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിങ്ങും അത് കഴിഞ്ഞ് ഈ ഗാർഡനും ഒക്കെ പകലുള്ള സമയത്ത് തന്നെ കണ്ടിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലേസർ ഷോയാണ്. അപ്പോൾ അത് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയിട്ട് അതേ കയറി, അത് നല്ല ഗാലറികളൊക്കെ ഉണ്ട്, പൊക്കത്തോട്ട് കയറിയിരിക്കാവുന്ന ഗാലറി ഉണ്ട്. അവിടെ നിന്ന് ഈ ഫൗണ്ടൻ്റെ ലേസർ ഷോ, അപ്പോൾ അത് വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.